അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന sketchwar ഒരു ആപ്ലിക്കേഷൻ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡൗൺലോഡിങ് ഓപ്ഷൻ എനേബിൾ ആക്കിക്കൊണ്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കൂട്ടുകാരുമായി മീൻസ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ്, അതായത് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെന്ന ആഗ്രഹവുമുള്ളവരുമായിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെയായിട്ട് നമ്മുടെ ഈ കോഡുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതുവരെയായിട്ടും എനേബിൾ ആയിട്ടില്ല. അപ്പോൾ കുറച്ച് നാളും കൂടെ, അല്ലെങ്കിൽ ഒരു 2-3 ദിവസവും കൂടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ആപ്ലിക്കേഷൻ, അതായത് നിങ്ങൾക്ക് പ്രൊജക്റ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഇങ്ങനത്തെ കോഡുകളൊക്കെ കോപ്പി ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനുമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ, ഈ ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് കോഡുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ബിൽഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ കോഡ് കോപ്പി ചെയ്യണം എന്നൊക്കെ ആ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. അഥവാ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്കൊരു മീഡിയ ഫയർ ലിങ്ക് ഉണ്ടെങ്കിൽ ആ മീഡിയ ഫയർ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ നിർബന്ധിക്കുന്നില്ല, നമ്മുടെ കോഡുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ മലയാളത്തിൽ കൂടുതലും ഇങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ അധികം കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം നമ്മുടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് ഒരു വെബ് വ്യൂ ആണ്. അപ്പോൾ ഒറ്റ എണ്ണം മതി, ഇത് നേരെ അങ്ങോട്ട് ഇടുക, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്കിത് മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തേച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഇവൻറ്റിനകത്ത് വരിക, പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൺ ബാക്ക് പ്രസ്ഡ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്, അത് എടുത്തിടുക. ദെൻ മോർ ബ്ലോക്കിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്കൊരു ബ്ലോക്ക് പരിചയപ്പെടുത്തി തരാം. ആ ബ്ലോക്കൊന്ന് നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ബ്ലോക്കിൻ്റെ പേര് ഡൗൺലോഡ് #path ഇങ്ങനെ എഴുതുക. ബ്ലോക്കിൻ്റെ നെയിം, എന്നിട്ട് ആഡ് എ വേരിയബിൾ, ഇതൊന്ന് സ്ട്രിങ്ങിലേക്ക് മാറ്റുക. ദെൻ എൻ്റർ എ വേരിയബിൾ നെയിം, അവിടെ നിങ്ങൾ ഫയൽ #path എന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യുക ഗൈസ്. ഇനി നമ്മൾ നേരെ ആക്ടിവിറ്റീസ് എന്നിട്ട് ഓൺ ക്രിയേറ്റ് എന്നുണ്ടാവും. ഇവിടെ ഞാൻ ഇങ്ങനെ ആക്കുക. അപ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾക്ക് എങ്ങനെ നിർമ്മിക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മുടെ കോഡ് എടുക്കുന്ന ഓപ്ഷനിൽ, അതായത് ഈ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം മോർ ബ്ലോക്ക് എടുക്കുക, ഡൗൺലോഡ് പാത്ത് എന്നുണ്ടാവും, അതെടുത്തുകൊണ്ട് വരിക, ആ ഒരു കോഡ് എടുക്കുക. ദെൻ നമ്മൾ നേരെ ഓപ്പറേറ്ററിൽ പോയിട്ട് ആഡ് എ സോഴ്സ് ഡയറക്റ്റ്ലി എന്നുണ്ടാവും, അതെടുക്കുക. പിന്നെ വ്യൂവിൽ ചെന്നിട്ട് നമ്മുടെ വെബ് വ്യൂ ലോഡ് URL എന്നുണ്ടാവും, അതും എടുക്കുക. പിന്നെ സെറ്റ് ക്യാച്ച് മോഡ്, ഇതും എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഡ് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഡൗൺലോഡ് പാത്തിനകത്ത് #webview #download ഈ ഒരു രീതിയിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഡൗൺലോഡിൻ്റെ ഈ ഒരു സ്പെല്ലിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഇതാക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ടൈപ്പ് ചെയ്യുക. പിന്നെ ഈ ഒരു കോഡ്, ഈ ആഡ് സോഴ്സ് എന്നുള്ളിടത്തേക്കുള്ള കോഡ്, അതാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ 1-2 ദിവസം ശേഷം നമ്മളൊരു മീഡിയ ഫയർ ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് ഈ ഒരു സോഴ്സ് കോഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇത്, പിന്നെ ഈ ലോഡ് URL, അവിടെയായിട്ട് ഞാൻ ഈ URL ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഞാൻ എൻ്റെ ഒരു URL അവിടെ കൊണ്ടുവന്നിടുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇടുന്ന ഈ ഒരു URL എൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ URL ആണ്. അപ്പോൾ
അപ്പോൾ അത് ഇട്ടേക്കാൻ നമുക്ക് പെട്ടെന്നൊന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ആയി കിട്ടാനാണ്. ഓൺ ബാക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനാണ് എനേബിൾ ആക്കി വരേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ എനേബിൾ ആക്കുമെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നേരെ കൺട്രോളിൽ ചെല്ലുക, ഇഫ് ദെൻ ഉണ്ടാവും. ഈ ഒരു കോഡ് എടുക്കാം, ഈ ലാസ്റ്റ് കിടക്കുന്ന ഈ ഒരു കോഡ് എടുക്കുക. ദെൻ വ്യൂവിനകത്ത് ചെല്ലുക, ദെൻ അവിടെ നിന്ന് ഈ ഒരു കോഡ് ഗോ ഫോർവേഡ് എന്നുണ്ടാവും. ഈ ഒരു കോഡും ഈ ഒരു ഗോ ബാക്ക് എന്നുള്ള ഈ 2 കോഡും എടുക്കുക. ഗോ ഫോർവേഡ് അതിവിടെ കൊണ്ടുവന്നിടുക. ദെൻ ഗോ ബാക്ക്, പിന്നെ കമ്പോണൻറ്റിൽ ടോസ്റ്റ് ഇടുക, ഫിനിഷ് ആക്ടിവിറ്റി. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ക്ലോസ് എന്ന് എഴുതുകയാണ്. സേവ് എടുത്തു. ഇതെല്ലാം സെലക്ട് ചെയ്ത് വെക്കണം കേട്ടോ. വെബ് വ്യൂ എല്ലാം സെലക്ട് ചെയ്താൽ അതത്രേ ഉള്ളൂ. അങ്ങനെ സെലക്ട് ചെയ്ത് വെക്കണം, എന്നാലേ വർക്ക് ആകത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ക്രിയേറ്റ് ആയിക്കോളും. ഇനി മോർ ബ്ലോക്കിനകത്ത് ചെന്നിട്ട് നമുക്ക് വേറെ ഒരു പണിയും കൂടി ഉണ്ട്. അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പണി കളയണേ. മോർ ബ്ലോക്കിൽ ചെന്നിട്ട് ഇഫ് ദെൻ എന്നുള്ള ഈ ഒരു കോഡ് എടുത്ത് ഇവിടെ കൊണ്ടുവരിക. ദെൻ ഫയലിൽ ചെന്നിട്ട് നമുക്ക് ഈ ഒരു 2 ഫയൽസ് എടുക്കുക. ഈ 2 ഫയൽ എടുക്കുക. ഈ ഒരു ഫയൽ മണ്ടയ്ക്കും ഈ ഒരു ഫയൽ താഴെ. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫയൽ പാത്ത് എന്ന് പറഞ്ഞ ഈ ഒരു ഫയൽ എടുത്തിട്ട് ആദ്യത്തേലും രണ്ടാമത്തേലും കൊണ്ടിട്ടിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്യിപ്പിക്കുക. ഗൈസ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണ്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇതൊരു പരസ്യമായിട്ട് കൂട്ടിയേച്ചാൽ മതി ഗൈസ്. എൻ്റെ സൈറ്റ്. ഇപ്പോൾ ഗൈസ് നമുക്ക് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫയൽ ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റഡ്. ഇനി നമ്മൾ ബാക്ക് അടിച്ചിട്ട് നേരെ നമ്മുടെ ഫയൽസിനകത്തേക്ക് വരാം. ഇവിടെ ഏറ്റവും താഴെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വെബ് വ്യൂ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെല്ലാം വരും. ഇപ്പോൾ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഇതാണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം, നേരെ ഇൻസ്റ്റാൾ ചെയ്യാം ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ എല്ലാവരും കയറി അങ്ങോട്ട് ചാനൽ സബ് ചെയ്തേക്കുക.